ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ഇഴയുന്നു. 1.5 മാസമായിട്ടും പ്രതികളെ ചോദ്യം ചെയ്യാൻ സാധിക്കാതെ ക്രൈംബ്രാഞ്ച്. ഒന്നാം പ്രതിയും MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബും മറ്റ് 2 അധ്യാപകരും ഒളിവിലാണ്. മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഷുഹൈബ്. അനഘ ഹർഷൻ ചേർന്നുണ്ട്. അനഘ, നമുക്കറിയാം വളരെയധികം വിവാദമായ ഒരു കേസ് തന്നെയായിരുന്നു ഇത്. പക്ഷേ ഇതുവരെയും ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു സൊല്യൂഷനിലെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇവരെ ഈ പ്രതികളെ ചോദ്യം ചെയ്യാൻ പോലും ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല എന്നൊരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ ഈ കേസ് എത്തി നിൽക്കുന്നത്, അല്ലേ? തീർച്ചയായും ഈ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തിയ MS സൊല്യൂഷൻ ആയിട്ടുള്ള ഈ കേസിലെ മുഖ്യ പ്രതി കൂടിയായിട്ടുള്ള ഷുഹൈബിനെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ക്രൈംബ്രാഞ്ചിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും തരത്തിൽ അന്വേഷണം ഷുഹൈബിലേക്ക് എത്തിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഷുഹൈബിനെ ചോദ്യം ചെയ്യേണ്ട ഘട്ടം എത്തിയാൽ, അതിന് പിന്നിൽ ഈ ചോദ്യപേപ്പർ ചോർത്തി നൽകാൻ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരിലേക്ക് കൂടി അന്വേഷണം നീളും. അങ്ങനെ പോവുകയാണെങ്കിൽ ഇത് വിദ്യാഭ്യാസ വകുപ്പിലെ അല്ലെങ്കിൽ സർക്കാരുമായി അത്രമേൽ അടുത്തു നിൽക്കുന്നവരിലേക്കൊക്കെ തന്നെ അന്വേഷണം എത്താനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ഈ ഷുഹൈബിനെ കണ്ടെത്താനുള്ളൊരു നീക്കം, ഊർജിതമായ നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് മാസങ്ങൾ പിന്നിടുമ്പോഴും ഉണ്ടാകാത്തത് എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി പോലും ചോദിച്ചിരുന്നു, ഇത്തരത്തിൽ ഷുഹൈബിന് ചോദ്യപേപ്പർ ചോർന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പാണ്. എന്തുകൊണ്ടാണ് ആ രീതിയിലേക്ക് ഒരു അന്വേഷണം പോകാത്തത് എന്ന് അന്വേഷണ സംഘത്തിനോട്, ക്രൈംബ്രാഞ്ചിനോട് ഇത്തരത്തിൽ കോടതി പോലും ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ പ്രതിയിലേക്ക്, ഷുഹൈബിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഈ ചോദ്യപേപ്പർ ചോർന്നു എന്നൊരു ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിലൊക്കെ തന്നെ ഈ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ കൺവെട്ടത്ത ഈ ഷുഹൈബ് ഉണ്ടായിരുന്നു. പക്ഷേ ഷുഹൈബിലേക്ക് എത്താനോ ഷുഹൈബിനെ പിടിക്കാനോ അന്ന് അന്വേഷണ സംഘം തുനിഞ്ഞില്ല എന്നതാണ്. അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ ഇന്റർവ്യൂ കൊടുക്കുന്ന ഒരു സാഹചര്യം പോലും ഷുഹൈബിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. കൃത്യമായി ഷുഹൈബിലേക്ക് അന്വേഷണം നീളുമെന്നും അന്വേഷണ സംഘത്തിന് അറിയാമായിരുന്നു. അങ്ങനെയെങ്കിൽ അന്ന് തന്നെ ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ കൃത്യമായി തന്നെ ഷുഹൈബിന് ഒളിവിൽ പോകാനും ഒളിവിൽ ഇരുന്നു കൊണ്ട് ജാമ്യാപേക്ഷയ്ക്ക് ഹർജി നൽകാനുള്ള സാവകാശം പോലും ഈ കേസിൽ അന്വേഷണ സംഘം നൽകി എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം, കൃത്യമായി തന്നെ ഈ ക്രിസ്മസ് പരീക്ഷ അടക്കമുള്ള ചോദ്യപേപ്പറുകൾ സർക്കാർ സ്കൂളുകളിൽ നേരത്തെ തന്നെ ആഴ്ചകൾക്ക് മുന്നേ തന്നെ എത്തും. ഇങ്ങനെ എത്തിയ ചോദ്യപേപ്പർ സർക്കാർ സ്കൂളുകളിൽ നിന്ന് ആരാണ് ഷുഹൈബിന് ചോർത്തി നൽകിയത്, അതിലേക്കാണ് ഇനി അന്വേഷണം നീളേണ്ടത്. അത് അറിയണമെങ്കിൽ ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് കൃത്യമായി ചോദ്യം ചെയ്യണം. അങ്ങനെ ഒരു തരത്തിൽ ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഈ സർക്കാർ സ്കൂളുകളിൽ നിന്ന് ഏത് അധ്യാപകനാണ് ഈ ഷുഹൈബിന് ചോദ്യപേപ്പർ ചോർത്തി നൽകിയത്, അങ്ങനെയെങ്കിൽ ആ ഒരു കണ്ണി അത് എങ്ങനെയാണ് നീളുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം നീങ്ങും. ഒരു പക്ഷേ അങ്ങനെ അന്വേഷണം പോകരുത് എന്നൊരു വാശിശാഠ്യം ഈ കേസിൽ ഉന്നതലങ്ങളിലുള്ളവർക്ക് ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം, ഈ ചോദ്യപേപ്പർ അടക്കം തയ്യാറാക്കുന്ന ഈ അധ്യാപകരുടെ കൂട്ടായ്മയിൽ CPM-നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരുണ്ട് എന്നതാണ്. ആ പരീക്ഷാ പേപ്പർ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിലൊക്കെ തന്നെ CPM സംഘടനകളുമായി ബന്ധപ്പെട്ട് ഉള്ളവർ കൃത്യമായി ഉണ്ട് എന്ന വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട്, ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അവരിലേക്കൊക്കെ തന്നെ അന്വേഷണം എത്തും. അത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് കൂടി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കൂടിയായിരിക്കാം ഒരുപക്ഷെ ഷുഹൈബിന് ഇത്രയധികം ഒളിവിൽ പോകാനും ഒളിവിൽ ഇരുന്നു കൊണ്ട് ജാമ്യാപേക്ഷ നൽകാനും ഒക്കെയുള്ള സാവകാശം അന്വേഷണ സംഘം കൃത്യമായി നൽകി എന്ന് തന്നെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഈ കേസിൽ ഈ ചോദ്യപേപ്പർ, ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ മാത്രമല്ല, മുൻപ് നടന്ന ഓണപരീക്ഷയുടെ ചോദ്യപേപ്പറും ചോർന്നിട്ടുണ്ട് എന്ന് അന്ന് കൃത്യമായി തന്നെ ചില BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തി കാണിച്ചിരുന്നു. പോലീസിലടക്കം പരാതി നൽകിയിരുന്നു. പക്ഷെ അത് വലിയ രീതിയിലുള്ള മുഖവിലക്കെടുക്കുന്ന സാഹചര്യമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അന്നൊരു പക്ഷേ ഈ കേസ് ആ രീതിയിലേക്ക് ഒരു അന്വേഷണം നീങ്ങിയിരുന്നെങ്കിൽ വീണ്ടും ഇത്തരത്തിൽ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോരുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാകുമായിരുന്നില്ല. എന്തായാലും ഈ കേസിൽ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ കൃത്യമായി ചോർന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ചോർന്നിരിക്കുന്നത്. കെമിസ്ട്രി അധ്യാപകനായ ഷുഹൈബിന് എങ്ങനെയാണ് ഇത്ര കൃത്യമായി ഇംഗ്ലീഷ് പരീക്ഷയുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഷുഹൈബ് ചോദ്യപേപ്പർ ചോർത്തി എന്ന് ക്രൈംബ്രാഞ്ച് പറയുമ്പോഴും ഈ ഷുഹൈബ് എവിടെയാണുള്ളത്, ഷുഹൈബിനെ കണ്ടെത്താനുള്ള ഒരു അന്വേഷണം, അതിലൊരു മെല്ലപ്പോക്ക് ഉണ്ട് എന്ന് തന്നെ പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഈ കേസിന്റെ ചുരുളഴിയണം. കാരണം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് കൃത്യമായി പരീക്ഷ എന്ന്
പറയുന്നത് എന്തൊക്കെ പഠിച്ചു എന്നത് അളക്കാനുള്ള ഒരു അളവുകോൽ കൂടിയാണ്. അതാണ് ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർത്തി മറ്റു കുട്ടികൾക്ക് അവർ പഠിക്കുന്നതിലൂടെ അവരെയാണ് വഞ്ചിക്കുന്നത്. എന്തായാലും ഈ കേസിൽ കൃത്യമായിട്ട് ഈ ഉത്തരം പറയേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും കൂടിയാണ്. അവർക്കൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. എന്തായാലും ഷുഹൈബിനെ കണ്ടെത്തി ഈ കേസിന്റെ ചുരുളഴിയുക തന്നെ വേണം. അനഘ വിവരങ്ങൾ നൽകുകയായിരുന്നു.